ഡ്രൈവറുടെ മോളെ ജോലിക്ക് എടുക്കുമെന്ന് ചോദിച്ചപ്പോ ടൈം വേസ്റ്റ് ചെയ്യാനില്ല പോലും. ദൈവമേ, ഇനി ആ വൃത്തികെട്ട കല്യാണി എങ്ങനെയും പാചകക്കാരിയാക്കുമെന്ന് തോന്നുന്നത്. ചതിക്കരുത് പ്ലീസ്. ഹലോ മച്ചു, ഗുഡ് മോർണിംഗ്. എന്ത് ഗുഡ് മോർണിംഗ്? നീ എവിടെയാടത്? എന്തൊരുടാ ശബ്ദത്തിനൊരു കടുപ്പം. എന്തെങ്കിലും ടെൻഷനിലാണോ നീ? എന്റെ ടെൻഷൻ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കൂട്ടിലടച്ച കിളിന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താമസിയാതെ എന്റെ കയ്യും കാലും കെട്ടിയിടും. എടാ, അമ്മ എന്റെ എൻഗേജ്മെന്റ് ഡേറ്റ് എടുക്കാൻ അമ്പലത്തിലേക്ക് വിളിച്ചിരിക്കുക. ആണോ? നന്നായി പോയി. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. അല്ലെങ്കിൽ തന്നെ നിനക്കെന്താണ് കുഴപ്പം? നിന്റെ സമ്പത്തിനും നിന്റെ അമ്മയുടെ പ്രൗഢിക്കും അനുസരിച്ചുള്ള പെണ്ണ് തന്നെ ആയിരിക്കും. ദേവതയെ പോലുള്ളൊരു പെണ്ണും കോടികളുടെ സ്വത്ത് സ്ത്രീധനവും. നീയാണ് ഭാഗ്യവാൻ. ഭാഗ്യം? എടാ, കാശൊക്കെ ആർക്ക് വേണോടാ? എടാ, പെണ്ണിന് വേണ്ടത് ക്യാരക്ടർ. അതാണ് എന്റെ ലൈഫ്. മാത്രമല്ല, കുറച്ചു കാലം കണ്ടും പരിചയപ്പെട്ടും അല്പസ്വല്പം ചുറ്റിക്കളിയും തമാശയൊക്കെ കഴിഞ്ഞു കെട്ടാൻ എനിക്ക് താല്പര്യം. ഇതൊരുമാതിരി ശരിടാ. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാവേ. ഓക്കെ, ബൈ. ഹായ് കല്യാണി. ഇതാര്? അനിയും കുഞ്ഞോ? അത്ഭുതാണല്ലോ. നിങ്ങളൊക്കെ അമ്പലത്തിൽ വരുവോ? അതെന്താ, എന്നെ പോലുള്ള പ്രാർത്ഥിച്ച ദൈവം കേക്കില്ലേ? അത് കൊള്ളാലോ. ഏയ് അതല്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ഇതെന്താ ഈ പിഞ്ചു കുഞ്ഞുകൾ നടക്കാൻ പഠിക്കുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് നടക്കുന്നത്? എല്ലായിടത്തും ഓടിച്ചാടി നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലേ നീ? പ്രശ്നക്കാരി കല്യാണി. വെറുതെ കളിയാക്കണ്ടാട്ടോ. ഈ നടത്തം കാണുമ്പോഴേ എനിക്ക് ഈ സൈക്കിൾ സ്ലോ റൈസ് ഓർമ്മ വരുന്നത്. പണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ സൈക്കിൾ ഇങ്ങനെ സ്ലോ ആയിട്ട് ചവിട്ടാൻ. ഇത് അതൊന്നുമല്ല, ഇത് അടിപൂജയാ. അടിവെച്ച് ഇങ്ങനെ അമ്പലം പ്രദക്ഷിണം വെച്ചാലേ നമ്മള് മനസ്സിൽ വിചാരിക്കണ മുഴുവൻ ഭഗവാൻ നടത്തിത്തരുന്ന സങ്കല്പം. അവിടുത്തെ അമ്മ എന്നെ ജോലിക്കെടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ പ്രദക്ഷിണം ചെയ്യണേ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അല്ല, അപ്പൊ ഇത് ഞങ്ങൾ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് എല്ലാരും ഒരുപോലെയല്ലേ? വിശ്വസിച്ച് പ്രാർത്ഥിച്ച എല്ലാം നടത്തിത്തരും. അവിടെ ആണെന്ന് പെണ്ണെന്ന് വ്യത്യാസമൊന്നുമില്ല. എന്ന് എനിക്കും പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഭഗവാനെ രക്ഷിക്കണേ. എങ്ങനെയല്ലേ നോക്കി, ഇങ്ങനെയല്ലേ? നടക്ക് കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും.
എന്ത് സാധിച്ചെടുക്കാനാ ഈ പ്രദക്ഷിണം? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അതിലാദ്യത്തേത് ആ നന്ദനയ്ക്ക് അസുഖം വന്ന് ഇന്നിവിടെ വരാൻ പറ്റില്ലേന്നാ. അല്ലെങ്കിലേ അവളുടെ അമ്മ ബാത്റൂമിൽ തെന്നി വീണ് നട്ടു ഒടിഞ്ഞു കിടക്കണം. ഒരു കാരണവശാലും അവരൊന്നും ഇന്നിവിടെ വരരുത്. അത്രേ ഉള്ളൂ. അയ്യോ, ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. നന്ദന പാവം കുട്ടിയാ. അവള് പാവല്ലേ? പാവി ഞാനാടി. ഭഗവാനെ, നീ ഇത് കേൾക്കുന്നുണ്ടോ? നടക്കോ അങ്ങോട്ട്. അരവിന്ദ്, ആന്റി, അത് കണ്ടോ? ഓരോരുത്തർക്കും ഓരോ സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ? അരവിന്ദ് ഇങ്ങനെ ഡ്രൈവറുടെ മോളോടൊപ്പം. ഏയ്, ഇത് പൊതുസ്ഥലമാണ്, അതും അമ്പലം. ഇവിടെ ആരുടെ അടുത്തും ആർക്കും നിൽക്കാം. ഇതൊരു വിഷയമാക്കണ്ട. മഹേശ്വരി, നന്ദനെ തിരുമേനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. വാ. അമ്മ എത്താൻ വൈകിയപ്പോ ഒന്ന് തൊഴുതു വരാന്ന് കരുതിയതാ. അപ്പോഴാ കല്യാണിയെ കണ്ടേ. മതി നോക്ക്, ഇതുവരെ അഖിലാണ്ടേശ്വരി ദൈവങ്ങൾക്ക് മുമ്പിലെ തലകുനിച്ചിട്ടുള്ളൂ. കണ്ണിൽ കണ്ടവരുടെയൊക്കെ മുമ്പിൽ നീയായിട്ട് എന്റെ തല കുനിപ്പിക്കരുത്. സോറി അമ്മ, അത് ഞാൻ. ഈ അമ്പലത്തിലെ വിഗ്രഹത്തിന്റെ ശിരസിലിരിക്കുന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കൊടുത്ത വൈര കിരീടമാണ്. മാസം തോറും മുടങ്ങാതെ നടത്തുന്ന സമൂഹ സദ്യയുണ്ട് ഇവിടെ. അങ്ങനെയുള്ള കുടുംബത്തിൽ പിറന്ന നീ ഇങ്ങനെ നിലവാരമില്ലാതെ, അതും കെട്ടാൻ പോകുന്ന പെണ്ണിന്റെയും വീട്ടുകാരുടെയും മുന്നിൽ. മേഡം, അത് Shut up! അരവിന്ദ്, നിന്റെയും നന്ദനയുടെയും ജാതകപ്പൊരുത്തം നോക്കാനാ ഇവിടെ വന്നത്. നന്ദനയും മഹേശ്വരിയും അങ്ങോട്ട് പോയിട്ടുണ്ട്. 9 മണി മുതൽ രാഹുകാലം. അതിനു മുൻപ് തിരുമേനിയെ കാണണം. വാ. കല്യാണി, ഉറപ്പായിട്ടും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
മഹേശ്വരി, ജാതകം തിരുമേനി ഏൽപ്പിക്ക. ദാ തിരുമേനി. ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തു അല്ലേ? ഉം. നന്നായി. യാനി യാനിച്ച പാപാനി ജന്മാന്തര കൃതാനിച്ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. ക്ഷേത്ര പ്രദക്ഷിണം കൊണ്ട് ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുന്നു. മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രദക്ഷിണം നല്ല ഫലം എത്തിച്ചു തരും. ഓ, പത്തിന് 10 പൊരുത്തം. ഇങ്ങനെയുള്ള ജാതകങ്ങൾ വളരെ വിരളമായാണ് കാണാൻ പറ്റുന്നത്. അപ്പോ നിശ്ചയത്തിന് നാള് കുറിക്കാലോ തിരുമേനി? കുറിക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ പരിഹാരക്രിയ നടത്തണം കല്യാണ പെണ്ണിന്. എന്തു പരിഹാരക്രിയ വേണേലും ചെയ്യാൻ തിരുമേനി. എത്ര കാശ് വേണേലും മുടക്കാം. എന്തു വേണോന്ന് തിരുമേനി പറഞ്ഞാ മതി. പൊരുത്തങ്ങളെല്ലാം ഉണ്ടെങ്കിലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തറവാട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയുടെ പേരിന് രാശി പോരാ. എന്റെ പേരിന് ഐശ്വര്യ ഇല്ലെന്നോ? വിവരക്കേട്. നന്ദന, ആളും തല ഉറഞ്ഞ് സംസാരിക്കും. ക്ഷമിക്കണം, സ്വാമി പറഞ്ഞേട്ടെ. എന്തു പരിഹാരമാണ് ചെയ്യേണ്ടത്? പരിഹാരം ഒന്നേ ഉള്ളൂ. പേരിന്റെ ഐശ്വര്യക്കേട് മാറ്റണം. അതിന് നല്ല നേരം നോക്കി കല്യാണ പെണ്ണിന്റെ പേര് മാറ്റി രാശിയുള്ളൊരു പേരിടണം. അതേ ഉള്ളൂ ഏക പരിഹാരം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ വീട്ടിലെന്നല്ല, ഏത് വീട്ടിൽ വധുവായി വലതുകാല് വെച്ചാലും ആ വീട്ടിലെ ഐശ്വര്യവും സമ്പത്തും പടിയിറങ്ങും. നോ, ഇതൊക്കെ വെറും അന്ധവിശ്വാസ. ഇത്രയും നാളും ഐശ്വര്യം ഉണ്ടായിരുന്ന എന്റെ പേരിന് ഐശ്വര്യം പോയി പോലും. ദേ അമ്മേ, ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. മിണ്ടാതിരിക്കെ. ക്ഷമിക്കണം തിരുമേനി. എന്ന് പേര് മാറ്റാൻ സമയം നോക്കണമെന്ന് അറിയിച്ച ഞങ്ങളതിന് തയ്യാറാ. അമ്മേ, പായടിക്കുന്നതിന് കൊച്ചുകുട്ടിയല്ലേ, പെട്ടെന്ന് പേര് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു ടെൻഷനാ. അവളും മാറിക്കോളും. മഹേശ്വരി, എനിക്ക് തിരുമേനിയോട് കുടുംബൈശ്വര്യ പൂജയുടെ കാര്യം സംസാരിക്കണം. നന്ദനെയും കൂടി പുറത്തേക്ക് കൂട്ടിക്കോ. അരവിന്ദ്, നീയും. ശരി. തിരുമേനി, ഒരുപക്ഷെ പെൺകുട്ടി പേര് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരം? പരിഹാരം പേര് മാറ്റുക തന്നെ, വേറൊന്നുമില്ല. ശരി തിരുമേനി, പേരുമാറ്റൽ ചടങ്ങ് നടത്താനുള്ള ദിവസം കുറിച്ചറിയിച്ചാ മതി. ഞങ്ങൾ റെഡിയാ. ആയിക്കോട്ടെ, സന്തോഷം.
അയ്യോ സാർ 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 എന്ത് പറ്റി സാർ ഈശ്വര